എന്റെ ദേവു, നിന്റെ പാട്ട് കലക്കി. മിതി, ഒരു സംഭവം ഉണ്ടായി. എഡ്വിൻ സാറിൻ്റെ പാട്ട് കേട്ട് ചിരിച്ചു. എൻ്റെ പൊന്നു മോളെ, അത് നീ വല്ല സ്വപ്നം കണ്ടതായിരിക്കും. കടുവ ചിരിക്കാനോ? ആ കാലൻ്റെ മുഖത്ത് ചിരി വരണമെങ്കിലുണ്ടല്ലോ. ഇതിപ്പോൾ ഞാൻ എങ്ങനെ ഒന്ന് വിശ്വസിപ്പിക്കുക? ഞാൻ ശരിക്കും കണ്ടതാ. ഹലോ ദേവിക, എന്നെ മനസ്സിലായോ? അത് പിന്നെ എവിടെയോ ഓർക്കുന്നില്ല ചേട്ടാ. താൻ നല്ല ആളാ. അന്ന് ഹോസ്റ്റലിന്റെ വഴി പറഞ്ഞ. ഓ സോറി. എന്തായാലും ഇപ്പം ആളെ പിടികിട്ടി. എടോ, ഞാൻ തന്റെ പാട്ട് കേട്ടായിരുന്നു. അടിപൊളി കേട്ടുണ്ട്. അതെ അതെ അതെ, പാട്ട് സൂപ്പറായിരുന്നു. ഇത് ഇപ്പൊ തൊട്ടാണോ അതോ പണ്ട് തൊട്ടേ പഠിക്കുന്നുണ്ടോ? അങ്ങനൊന്നുമില്ല. ഒന്ന് വായടച്ച് വെക്കൂ. അല്ല, ഇതാണോ നിങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജിലെ പിള്ളേർക്ക് ഇവിടെ എന്താ കാര്യം? അതിപ്പോ നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഓഹോ, നീ അത്രയ്ക്കായോ? എങ്കിൽ ശരിയാക്കി തരാം. റോസി, നീ വാ, ഒരു പ്രശ്നത്തിന് പോണ്ട. അതെ, ഇങ്ങനെ വല്ല നല്ല ഉപദേശം കൊടുത്ത് ഇവളവിടെ നിന്ന് കൊണ്ടുപോകാൻ നോക്ക്. ഇടി, അത് പറയാൻ നീ ആരാ? റോസ്, ഇവൻ നിങ്ങളെന്താ ഇവിടെ? നിങ്ങൾക്ക് ഇവിടെ വരാൻ പാടില്ലെന്ന് അറിഞ്ഞൂടെ? സോറി സാർ, ഞാൻ ഒരു ഫ്രണ്ടിനെ കാണാൻ വന്നതാ. ഞങ്ങളത് ഇപ്പൊ പോവാം. സാർ, ഇതൊക്കെ ഇവളുമായി കാരണം. ആര് കാരണം? ഇവര് കാരണം. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോബ്ലംസും. റോസ്, ലീസ, നിങ്ങളെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നല്ല വിചാരിച്ച്. എന്തായാലും എൻ്റെ എല്ലാ ധാരണകളും നിങ്ങൾ മാറ്റി തന്നു. ഇനി മേലാൽ ഇവിടെയുള്ള ഏതെങ്കിലും സ്റ്റുഡൻസിന് നിങ്ങൾ കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഈ അനിരുദ്ധിൻ്റെ മറ്റൊരു മുഖം നിങ്ങൾ കാണും. അനിരുദ്ധ് സാർ കലക്കി. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എടി, നിന്നെ ഞാൻ അശ്യോ, ഞാനങ്ങ് പേടിച്ചു പോയി. ഞാനായിട്ട് തരണമെന്ന് വിചാരിച്ചതാ. എന്തായാലും അനിരുദ്ധേട്ടൻ തന്നല്ലോ. അയ്യോ, എൻ്റെ റോഡ്സ് മോൾക്ക് സങ്കടം സഹിക്കാൻ വയ്യ. എൻ്റെ മോള് പോയിട്ട് ആ ഡോറിൻ്റെ ബാക്കിൽ പോയിരുന്നേ കരഞ്ഞു. ഈ കടുവ എന്താ പ്രോഗ്രാം തീരണതിന് മുമ്പ് പോവാണോ ദേവു? അങ്ങനെ പോവാണോ? ഞാൻ ഇപ്പോൾ വരാവേ. എഡ്വിൻ സാർ, എങ്ങനെയുണ്ടായിരുന്നു പാട്ട്? പാട്ടോ? എന്ത് പാട്ട്? ആരുടെ പാട്ട്? ഞാനും കേട്ടില്ലല്ലോ. ദേ സാർ, കള്ളം പറയരുത്. ഞാൻ കണ്ടതാ സാറ് എൻ്റെ പാട്ട് കേട്ട് ചിരിക്കണത്. താൻ വെറുതെ ഓരോന്ന് ആലോചിച്ചോട്ടെ എൻ്റെ അടുത്ത് വന്ന് പറയാൻ നിൽക്കരുത്. നിങ്ങൾ കേട്ടില്ല അല്ലേ? ഞാൻ എടുത്തോളാം കള്ളക്കടുവേ. ദേവേ, അങ്ങനൊന്ന് സമാധാനമായിട്ട് ക്ലാസ് എടുത്തോട്ടെടി. ഇങ്ങനെ നോക്കല്ലേ. അത്രയ്ക്കായോ? എന്നാ ഇതെങ്ങനെയുണ്ടെന്ന് നോക്കിയേ. മോളുടെ വയനാട്ട് ഇങ്ങനെയാണെങ്കിൽ നീ നന്നായി അങ്ങേരുടെ കയ്യിൽ വാങ്ങിച്ചു കിട്ടും. 1.5 മാസമായി ഞാൻ അന്നേരം പുറകെ നടക്കുന്നു. എനിക്ക് വയ്യ. എന്നാലും ഞാൻ തോറ്റു കൊടുക്കൂല. ഞാൻ ഇനിയും പോകും പിന്നാലെ. ഹായ് സാർ, ഗുഡ് മോർണിംഗ്. അശ്ശോ, പാടി. എടി മിതി, ഞാനിതേ ആ സ്റ്റാഫ് റൂമിൽ അന്വേഷിക്കുന്നുണ്ട്. സ്റ്റാഫ് റൂമിലോ? ആര്? അത് നീ പോയി നോക്ക്, എന്നാലല്ലേ അറിയൂ. ഇതിപ്പോ ആരാ സ്റ്റാഫ് റൂമിൽ അന്വേഷിക്കാൻ? ഇവിടെ ആരും ഇല്ലല്ലോ. മിഥില, ഞാനാ തന്നെ അന്വേഷിച്ചേ. എന്താ അനിരുദ്ധ് സാർ കാര്യം? എനിക്ക് പോണം. അത് പിന്നെ എനിക്ക് തന്നോടൊന്ന് സംസാരിക്കണം. അന്ന് ഞാനൊന്നും അറിഞ്ഞില്ല. തന്നൊന്ന് വിശ്വസിക്കണം. എനിക്കിപ്പോൾ ആരും ഇല്ലാതായ പോലെ എനിക്ക് തോന്നുന്നു. എനിക്കാരെയും വിശ്വാസക്കുറവൊന്നുമില്ല. പിന്നെ എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ടാണ് ഞാനിങ്ങനെ. അതിപ്പോൾ ആരെയും പറഞ്ഞു ബോധിപ്പിക്കാനൊന്നും എനിക്ക് പറ്റില്ല.
ആരും ഇല്ലാന്നൊന്നും വിചാരിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ. എടി ദേവു, നീ ഇത് എന്തോ നോക്കിക്കൊണ്ടിരിക്ക. പോവാ നമുക്കെന്നാ. സാറ് പോയിട്ടില്ല എന്നാ തോന്നുന്നത്. സാർ ഒന്ന് പോട്ടെ, എന്നിട്ട് നമുക്ക് പോവാം. ഓ എൻ്റെ ഈശ്വര, ഇവിടെ എന്നെ നോക്കി നോക്കാണോ? എന്തായാലും ഇവിടെ മറന്നു നിന്നേക്കാം. ഇങ്ങനെ പോയാൽ അങ്ങേര് നിന്നെ കാലേ വരെ അടിക്കും എൻ്റെ മോളെ. ദേ നിധി, കണ്ണിച്ചോരില്ലാത്ത വർത്താനം പറയല്ലേ. എൻ്റെ വേദന എന്താന്നേ നിനക്ക് മനസ്സിലാവില്ല, എൻ്റെ അനിരുദ്ധേട്ടന് മാത്രം മനസ്സിലാവുള്ളൂ. ഓ, എന്നാണാവോ ആ കടുവ എനിക്കൊന്ന് വളയുക. നോക്കിയിരുന്നു, ഇപ്പൊ വളയും. എൻ്റെ പൊന്നു കടുവ സാറേ, നിങ്ങളിത് വല്ലതും അറിയുന്നുണ്ടോ? നിങ്ങളുടെ പുറകെ നടക്കണേന് ഞാൻ എന്തോരം അപമാനം വാങ്ങിച്ചു കൂട്ടുന്നേ. ഇനിയിപ്പോൾ എന്തൊക്കെയായാലും എങ്ങനെയൊക്കെയായാലും കടുവയുടെ പിന്നാലെ ഞാൻ മാറൂല. അന്നേരം കൊണ്ടേ ഞാൻ പോകും. എൻ്റെ ഈശ്വര, ആ കടുവയ്ക്ക് എന്നോട് ഇത്രയേലും ഫീലിങ്സ് തോന്നണേ. ഞാൻ വേണമെങ്കിൽ ഒരു പാൽപ്പായസം വേണ്ട, പുഷ്പാഞ്ജലി കഴിപ്പിച്ചേക്കാവേ.